നമ്മളിന്ന് വന്നിട്ടുള്ളത് കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിലാണ് കേട്ടോ. ഇവിടെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ്റെ ഒരു ഇഫ്താർ മീറ്റും അതേപോലെ ഒരു ഓട്ടോ ഷോയും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുവേണ്ടി ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ക്ഷണിച്ചിട്ട് അവിടെ ഒരു ഇഫ്താർ മീറ്റ്, അടിപൊളി ഒരു ഇഫ്താർ മീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അവിടെ വന്ന സമയത്ത് നമ്മളെ ഇവിടെ പോയാലും ബെറ്റ് വെക്കുന്ന നമ്മളെ മുഷാറഫ് ഫാത്തിമ ബീവിനോട് എന്തൊക്കെയോ ഒരു ബെറ്റ് വെക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി നമ്മളെല്ലാം കൂടി ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും നിരന്ന് നിർത്തി നമ്മൾ നല്ലൊരു അടിപൊളി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. എല്ലാവരും നിൽക്കണേ, ഞാൻ നിൽക്കട്ടെ. ഫോട്ടോ എടുത്ത് കയ്യിൽ മുഷറഫ് തൻ്റെ സ്വഭാവം പുറത്തെടുത്തിട്ട് ഫാത്തിമ ബീവിൻ്റെ അടുത്ത് എന്തോ ഒരു വെള്ളം കുടിക്കാനൊരു ബെറ്റ് വെച്ചിട്ടുണ്ട്. എൻ്റെ വിശേഷങ്ങളോ നോക്കിയാലോ. കുടിക്കുന്ന ആയാലും എന്തിനായാലും ഞാൻ എന്റെ ഐഫോൺ തരും. അയ്യേ, ഞാൻ 16 പ്രോ വെച്ചിട്ട് ലൈവ് കിട്ടുന്നാലേ ചോദിക്കാൻ പറ്റുള്ളൂ. അയ്യോ, ഇവരെ പ്രത്യേകിച്ച് എനിക്ക് വേണ്ട. ഒരു ഫുൾ മന്ത് വാങ്ങിത്തരോ? ഓക്കെ ഡൺ. അങ്ങനെ മുഷറഫിനോട് ബെറ്റ് വെച്ചിട്ട് പാവം ഫാത്തിമ വെള്ളം മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാണ്. ശരിയാ, ഇരിക്കണോ? കസേരയാണോ? കസേരയാണോ? അവിടെ പോയി ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഇവിടുന്ന് പോടും. ഐഫോൺ ഇവിടെ ഉണ്ടല്ലേ കൊടുക്കാനുള്ള? ആദ്യം കുടിച്ച് തീർക്കണം. അതായത് 2 ബോട്ടിലും തീർക്കണം. ആദ്യം കുടിച്ച് തീർക്കണം. അങ്ങനെയാണോ? 1 2 3 സ്റ്റാർട്ട്. വിട്ടോടുക്കല്ലേ. ഇല്ല, അവിടെ ഒന്നായിട്ടുള്ളൂ. അല്ല, അതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. ശരിക്കും സത്യം പറഞ്ഞാ ഞാനായിട്ട് വെച്ച ചലഞ്ച് അല്ല, വിളന്നെ വെച്ചതാ. ആ മന്തി എപ്പോ കിട്ടും? എപ്പോ കിട്ടും? ഇല്ലല്ലോ പൈസ കാണിച്ചു അഭിമാന ജീവിതത്തെ വിജയിച്ചല്ല പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ബെറ്റൊക്കെ കഴിഞ്ഞു. ഫാത്തിമ ബിക്ക് മന്തി പോവുകയും ചെയ്തു. മുഷറഫിന് ഒരു ഫുള്ള് മന്തിയും കിട്ടിട്ടോ. ബാക്കി സമയം നമ്മളെ കുറച്ച് സമയം അവിടെ ഒരു പൈസയും ചെലവില്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് കാലിസ്റ്റനിക്സ്. അതേപോലെ ഒരുപാട് പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത കാര്യം, 3 മാസം നമ്മൾ കൃത്യമായിട്ട് ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 7 സ്കില്ലുകൾ പഠിക്കാൻ വേണ്ടി പറ്റും. എത്രയാണ്? സ്റ്റേജിൽ വന്നപ്പോൾ ഈ ഒരു അഭ്യാസ പ്രകടനമാട്ടോ കണ്ടത്. ഏതായാലും കിഡിലം പരിപാടിയാണ്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്തു. അപ്പോൾ അവരൊരു പേജൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ പേജിൽ കയറിയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഐഡിയകളൊക്കെ അവർ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഇത്രയും ഒക്കെ ചെയ്യണമെങ്കിൽ 8 മാസം 9 മാസം മുതൽ 1 വർഷം വരെ ഈ ഒരു ഐറ്റം ചെയ്യണമെങ്കിൽ സമയം എടുക്കുമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ഇത് ജിമ്മിലൊന്നും പോകാണ്ട് നമ്മളെ ബോഡിയൊക്കെ ഫിറ്റാക്കി നിർത്താൻ പറ്റിയ അടിപൊളി ഒരു പരിപാടിയാണ്. ഇതിൻ്റെ കറക്റ്റ് പേര് എന്താണെന്ന് എനിക്കും അറിയില്ല, അവരെന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നൊക്കെ. ഏതായാലും ഇത് നല്ലൊരു പരിപാടിയാണ്. നമുക്ക് ബോഡിയൊക്കെ ഫിറ്റാക്കി നിർത്താൻ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആ പുള്ളിക്കാരൻ്റെ 6 പാക്കൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ പറയുന്നത് ഞാൻ ഇതുവരെ ജിമ്മിലൊന്നും പോയിട്ടില്ല, അപ്പോൾ വീട്ടിൽ ഈ ഒരു പ്രാക്ടീസ് ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ 6 പാക്കും കാര്യങ്ങളൊക്കെ വന്നത്. യാതൊരു മെഷീനും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കാതെയാണ് എനിക്ക് ഇങ്ങനെ ബോഡി ഇത്രയും ഫിറ്റായിട്ട് നിർത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മളെ ചുറ്റുപാടിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു ജീവിത രീതിയിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡ് തന്നെ ഉണ്ട് അവിടെ അറേഞ്ച് ചെയ്ത്. ചീരക്കഞ്ഞിണ്ട്, നല്ല ഒരുപാട് ഐറ്റം എണ്ണക്കടികൾ, ഫ്രൂട്ട്സ്, അതേപോലെ തരിക്കഞ്ഞി, ജ്യൂസ് എല്ലാം അവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ഘട്ടം അതാ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പായിട്ട് ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്തു, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു പിരിഞ്ഞു. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.